ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ടെക്സ്റ്റാണ്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ 2 ടൈപ്സ് ഓഫ് ടെക്സ്റ്റാണ് നമുക്കുള്ളത്. സിംഗിൾ ലൈൻ ടെക്സ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ മൾട്ടി ലൈൻ ടെക്സ്റ്റും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സിംഗിൾ ലൈൻ ടെക്സ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ടോപ്പിലാണെങ്കിൽ അനോട്ടേറ്റിനുള്ളിലുണ്ട്, അതുപോലെ തന്നെ മൾട്ടി ലൈൻ ടെക്സ്റ്റ്, സിംഗിൾ ലൈൻ ടെക്സ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ കമാൻഡ് ബാറിൽ DT എന്ന് എൻ്റർ ചെയ്താൽ നമുക്ക് കിട്ടും സിംഗിൾ ലൈൻ ടെക്സ്റ്റ്. DT എന്ന് എൻ്റർ ചെയ്താൽ സ്പെസിഫൈ സ്റ്റാർട്ട് പോയിൻ്റ് പറഞ്ഞു കൊടുക്കുക, അതുപോലെ ഹൈറ്റ് എത്രയാണെന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ദെൻ റൊട്ടേഷൻ ആംഗിൾ ഓഫ് ടെക്സ്റ്റ് എത്ര വേണം, നമുക്കിവിടെ ഒരു 0 കൊടുക്കാം, എൻ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഇതിൽ നമുക്ക് ടെക്സ്റ്റ് സൈസ് ആ ഒരു നമ്മൾ കൊടുത്ത ഹൈറ്റിൽ കിട്ടും. നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് എൻ്റർ ചെയ്തു. ഞാൻ ജസ്റ്റ് ഓട്ടോകാഡ് എന്ന് കൊടുക്കുന്നു. ഓട്ടോകാഡ് ടെക്സ്റ്റ്, പിന്നെന്താ വേറെ എന്തെങ്കിലും സിംഗിൾ ലൈൻ എന്ന് ജസ്റ്റ് കൊടുക്കാം. ഇത്രയും സിംഗിൾ എന്ന് ജസ്റ്റ് കൊടുത്തു. ഇനി ജസ്റ്റ് പുറത്തോട്ട് ക്ലിക്ക് ചെയ്തിട്ട് എൻ്റർ അടിച്ചാൽ നമുക്ക് സിംഗിൾ ലൈൻ ടെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇനി നമുക്ക് മൾട്ടി ലൈൻ ടെക്സ്റ്റ് യൂസ് ചെയ്ത് നോക്കാം. മൾട്ടി ലൈൻ ടെക്സ്റ്റിൻ്റെ ഷോർട്ട് കീ എന്ന് പറഞ്ഞാൽ T ആണ്. അല്ല, കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ അനോട്ടേറ്റ് ടാബിനുള്ളിൽ കിടപ്പുണ്ട്. ഇവിടെ ഉണ്ടല്ലോ മൾട്ടി ലൈൻ എന്ന് പറഞ്ഞ്, അവിടെ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ കമാൻഡ് ബാറിൽ T എന്ന് എൻ്റർ ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എടുക്കാം. മൾട്ടി ലൈൻ എടുത്തു, ഫസ്റ്റ് കോർണർ സ്പെസിഫൈ ചെയ്തു, സെക്കൻഡ് കോർണർ സ്പെസിഫൈ ചെയ്തു. അപ്പോൾ ആ ഒരു ഇതിലായിരിക്കും ആ ടെക്സ്റ്റ് വരുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ അവിടെ കൊടുത്ത പോലെ തന്നെ ഓട്ടോകാഡ് ടെക്സ്റ്റ് സിംഗിൾ എന്ന് തന്നെ ചുമ്മാ കൊടുക്കുന്നു. വെറുതെ ഇത് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. എന്നിട്ട് ജസ്റ്റ് പുറത്തുനിന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നമുക്കിത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. സിംഗിൾ ലൈൻ ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സിംഗിളായിട്ട് ഓരോന്നോരോന്ന് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതേസമയം മൾട്ടി ലൈൻ ടെക്സ്റ്റ് ആണെങ്കിൽ ഒരു സെലക്ഷന് തന്നെ നമുക്ക് എല്ലാം കൂടെ സെലക്ട് ആയിട്ട് കിട്ടും. സെപ്പറേറ്റ് സെലക്ട് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇതിനെ എഡിറ്റ് ചെയ്യണം. ഇപ്പോൾ എനിക്ക് ഈ സിംഗിൾ എന്നുള്ളത് എഡിറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് എഡിറ്റ് ചെയ്തിട്ട് വേറെ ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ സിംഗിൾ ലൈൻ എന്നെനിക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതേപോലെ മൾട്ടിപ്പിളിനകത്താണെങ്കിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ അതിന് വേറെ കുറച്ച് ടൂൾസും കൂടെ വരും. അതായത് നമുക്കിതിൻ്റെ ഹൈറ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ഹൈറ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാം, കളർ കൊടുക്കാം, ബോൾഡ് കൊടുക്കാം, ഇറ്റാലിക് കൊടുക്കാം, അണ്ടർലൈൻ കൊടുക്കാം. അങ്ങനെ പല ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. അതുപോലെ എക്സ്ട്രാ സിമ്പിൾസ് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആഡ് ചെയ്യാം. സ്പെല്ലിംഗ് ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യാം. നമ്മൾ വേർഡൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്കിവിടെ യൂസ് ചെയ്യാം. ഓക്കെ, ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാം. ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്, അങ്ങനെ കൊടുക്കാം. അതുപോലെ ബുള്ളറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിങ് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് മൾട്ടി ലൈൻ ടെക്സ്റ്റിനകത്ത് ഉണ്ട്. ഓക്കെ, അപ്പം ഇത് രണ്ടുമാണ്. ഇതാണ് സിംഗിൾ ലൈൻ ടെക്സ്റ്റും മൾട്ടി ലൈൻ ടെക്സ്റ്റും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. താങ്ക്